ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഞാൻ ഓണത്തിൻ്റെ വ്ളോഗാണ് ചെയ്യുന്നത് ഇന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹസ്ബൻഡിൻ്റെ വീട്ടിലാവുമല്ലോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തവണ ഒരു ചേഞ്ച് ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, പോയി കഴിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതാരും മറക്കരുത് കേട്ടോ. ഇവിടെ ഒരു വീട് പണി കൂടെ നടക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കുന്നത്. അതുപോലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. ഓട് മേയുന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു 1 BHK ആണ്. അതായത് ഒരു ഹാള്, ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ബാത്റൂം, അത്രേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീട് പണി കഴിഞ്ഞിട്ട് ഒരു ദിവസം വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കേക്ക് കട്ടിങ് കൂടെ അതിൻ്റെ ഇടയിൽ നടത്തി കേട്ടോ. അപ്പോൾ അശ്വതിക്കൊരു ഹാപ്പി ബർത്ത്ഡേ കൂടെ വിഷ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ അശ്വതി.
ഫസ്റ്റ് നമ്മൾ ഭഗവാന് കൊടുക്കണം എന്നാണല്ലോ പറയുക. അപ്പോൾ അതാ നമ്മൾ ആദ്യത്തെ ഇല നമ്മുടെ ഭഗവാന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാ വിഭവങ്ങളും വിളമ്പി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് സദ്യ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ഇടയിലാണ് ഓണം വന്നത്. ബ്രദർ ഇൻ ലോൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് ഓണം വന്നത്. അപ്പോൾ അതാ അവർ കഴിക്കണം. അപ്പോൾ അവർക്ക് ഒരുപാട് കോമ്പിനേഷൻസ് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ കോമ്പിനേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നീട് വീഡിയോകളിലായിട്ട് ഞാൻ ആ കോമ്പിനേഷനൊക്കെ പറഞ്ഞുതരാം കേട്ടോ. സെക്കൻഡ് ട്രിപ്പിൽ ഇതാ മക്കളിരുന്നു. തേർഡ് ട്രിപ്പിലാണ് ഞങ്ങളെല്ലാവരും ഇരുന്നത്. അപ്പോൾ ഇതാ വീഡിയോ ബാക്കി കണ്ടോളൂ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് അവർ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പിള്ളേരെയും കൂട്ടി ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അവർക്ക് ഇത്തവണ ഓണക്കോടിയൊന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ ഓണത്തിൻ്റെ അന്ന് തന്നെ ആയിക്കോട്ടെ ഓണക്കോടി എന്ന് വിചാരിച്ച് ഞങ്ങൾ അവരെയും കൂട്ടിയൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ.
എൻ്റെ വീട്ടിലെ ഒഴിവ് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഈവനിങ് കാഴ്ചയാണ് ഇത്. പിള്ളേരെല്ലാവരും മുറ്റത്ത് കളിക്കും, ഞങ്ങളവിടെ ഇരിക്കും, എല്ലാവരും സംസാരിച്ചിരിക്കും. ഇവിടെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. കളിക്കാൻ പിള്ളേരിറങ്ങും, പക്ഷേ ഒഴിവ് ദിവസങ്ങളിൽ മാത്രമേ ജോലിക്ക് പോയവരൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അത് നമുക്ക് എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് നമ്മൾ സന്തോഷിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും കൂടെ കളിച്ച് സംസാരിച്ച് പിള്ളേരിങ്ങനെ കളിക്കുന്നു, നമ്മളും ഇതിൻ്റെ ഇടയിൽ അവരുടെ കൂടെ കളിക്കാൻ ഇറങ്ങും, ഷട്ടിൽ കളിക്കും, എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ കളിക്കും. ഇതൊക്കെ ഇവിടുത്തെ ഡെയിലി ഉള്ള കാഴ്ചകളാണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ ഇത് കൂടുതലായിരിക്കും. അപ്പോൾ തണലൊക്കെ വരുന്ന സമയത്താണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇരിക്കും എല്ലാവരും, ചായ കുടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനെടുത്തിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കഴിക്കാനും ഉണ്ടാവില്ല, ചുമ്മാ അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കും. ഇത് ഞാൻ എപ്പോഴും എന്താ പറയുക, ബാംഗ്ലൂർ ചെന്നാൽ മിസ് ചെയ്യുന്ന എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണിത്. ഇത് ഭയങ്കരമായിട്ട് ഞാൻ അവിടെ മിസ് ചെയ്യും. അപ്പോൾ അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോവും, പിന്നെ റിട്ടേൺ ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ ചെറിയൊരു വെക്കേഷൻ പോലെയായിരുന്നു. ക്ലാസ്സൊക്കെ കട്ട് ചെയ്താണ് വന്നത്, എക്സാമൊക്കെ ആയിരുന്നു, അതൊക്കെ കട്ടാക്കിയിട്ടാണ് വന്നത്. കല്യാണത്തിന് വേണ്ടി വന്നതാണ്, അല്ലാതെ ഓണത്തിന് നാട്ടിലേക്ക് വരാറില്ല ഞങ്ങൾ. ആ സമയത്ത് അവന് ക്ലാസ് ഉണ്ടാവാറുണ്ട്, അപ്പോൾ അത് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് വരാറില്ല. അപ്പോൾ അതാ തിരിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ പോകുന്നതിൻ്റെ യാത്രയപ്പാണ് എല്ലാവരും കൂടെ. അപ്പോൾ ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറയുന്നു. ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.